ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. മിക്ക ആൾക്കാരും പറയാത്തൊരു കാര്യമാണ്. ആരെങ്കിലും പറയുക, നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ഒരു പൈസയും ചെലവില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ബി കെയർഫുൾ. നമുക്ക് ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നമുക്ക് അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തേ, നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ ഫീസായിട്ട് കൊടുക്കണം. അപ്പം അതൊരു സ്കില്ല് പഠിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ്. സെയിം ലോജിക്ക് തന്നെയാണ്. ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള കാര്യമാണ്, അതിൻ്റെ ഒരു ഫൗണ്ടേഷന് വേണ്ടി. ഇപ്പം ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് ഈ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു രജിസ്റ്റേർഡ് ബിസിനസ്സിൻ്റെ ഇൻഫർമേഷൻ തന്നെയാണ്. അപ്പം അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പം നമുക്ക് ഏത് രാജ്യത്താണെങ്കിലും ഇപ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ എത്രയാണോ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് ആ ഡീറ്റെയിൽ എല്ലാം എനിക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റും. നിങ്ങളിപ്പോൾ എനിക്ക് ഡയറക്റ്റ്ലി ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഏത് കൺട്രി ആണെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ആ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഫോർവേഡ് ചെയ്ത് തരാൻ പറ്റും. ഇപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് നമുക്ക് വലിയതായിട്ട് പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇപ്പം ആർക്ക് വേണേലും ഇത് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പം ഈവൻ സ്റ്റുഡൻസിനാണെങ്കിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു ബിക്കോസ് അവരെല്ലാം ലോണൊക്കെ എടുത്തിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് പല ഓപ്ഷൻസുകൾ ഉണ്ട്. ഫിനാൻസിങ്ങിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ മന്ത്ലി പേയ്മെൻറ്റ് പ്ലാൻ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പം നമ്മുടെ കയ്യിൽ എത്ര ബജറ്റ് ഉണ്ടോ അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അത് എടുത്തിട്ട് നമുക്ക് ബാക്കി ഫിനാൻസും കൂടി ഇട്ട് ഈ ബിസിനസ് നമുക്ക് റൺ ചെയ്യാം. അപ്പോൾ എല്ലാ മാസവും ഇത്ര ചെറിയൊരു എമൗണ്ട് റീപേയ്മെൻ്റ് ആയിട്ട് ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 30 ഡേയ്സിൻ്റെ ട്രയൽ പീരീഡ് കിട്ടും. $149 നിങ്ങൾ പേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ കമ്മീഷൻ ഡീറ്റെയിൽസും ഈ ബിസിനസ്സിനെ പറ്റിയുള്ള എൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കി മൂവ് ഓൺ ചെയ്യുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം നോക്കിയാൽ മാത്രം മതി. ഇപ്പം അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് ഓക്കെ താല്പര്യമില്ല എങ്കിൽ അത് റീഫണ്ടബിളുമാണ് വിതിൻ 30 ഡേയ്സ്. ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. ഈ ഒരു ബിസിനസ് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. 2 വർഷമായിട്ട് ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ ഈ കമ്പനി ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്തതാണ് കാനഡയിൽ. അതുകൊണ്ടാണ് അത് ലീഗലാണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നത്. ഈ ഒരു ബിസിനസ്സിനെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ചു തന്നാൽ മതി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് മെയിലായിട്ട് തന്നെ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.